അപ്പോൾ അടുത്ത മിനിയേച്ചർ കുക്കിംഗ് കണ്ടാലോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അച്ചിങ്ങ പറിച്ചതിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. ഈ പ്രാവശ്യം നമ്മൾ പ്രസന്നമ്മയുടെ ഗോവയ്ക്കയിലാണ് നോട്ടയിട്ടത് മാത്രമല്ല ഇതേപോലെ അങ്ങ് പറിച്ചെടുക്കുകയും ചെയ്തു. വേറെ കോല് നടന്ന് അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് കോല് തന്നെയാണ് വിറകായിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പുതിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ ഗോവക്ക നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയെടുക്കാതിരുന്നിട്ട് കാര്യമില്ല. അരിഞ്ഞത് ഞാൻ ഭയങ്കര ചെറുതായിട്ടാണല്ലോ, മിനിയേച്ചർ കുക്കിംഗ് ആണല്ലോ, അപ്പോൾ മിനി കഷ്ണങ്ങൾ മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഉള്ളി, തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കറിച്ചട്ടി, ഇത്രയാണ് ഞാൻ ഇന്നത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഈ പ്രാവശ്യം നമ്മൾ കത്തിക്കാനായിട്ട് കർപ്പൂരമാണ് യൂസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഉള്ളി ഇടുക. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇടുക. ഉപ്പ് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ അറിയാതെ ഇട്ട് പോയതാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് തേങ്ങ ഇടുക. തേങ്ങയും മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കോവക്ക ഇടുക. കോവക്കയ്ക്ക് വേകാനായിട്ട് ഇത്തിരി സമയം കൊടുത്ത് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും വന്നപ്പോൾ ഇതായിരുന്നു അടപ്പിൻ്റെ അവസ്ഥ. പിന്നെ വീട്ടിൽ ഹോമം നടക്കണേന്ന് ഓർത്ത് എല്ലാവരും ഇങ്ങോട്ട് നോക്കി തൊഴുന്നത് വരെ ഞാൻ കണ്ടായിരുന്നു. കളിയാക്കിയതാണ്, എന്നാലും കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.